BJP നേതാവും നടനുമായ കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും ദിയ എന്ന മകൾക്കും മറ്റ് 2 അംഗങ്ങൾക്കുമെതിരായി മ്യൂസിയം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. തട്ടിക്കൊണ്ടുപോകൽ എന്നാണ് ആ വകുപ്പ് ചേർത്തിരിക്കുന്നത്. കൃഷ്ണകുമാറും അവിടുത്തെ 3 ജീവനക്കാരി, അവയുടെ മകളുടെ സ്ഥാപനത്തിലെ 3 ജീവനക്കാരിയും അവരുടെ ഒരു സ്ത്രീയുടെ ഭർത്താവിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. അത് അവരുടെ ദിയയുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി അവരിൽ നിന്ന് 8 ലക്ഷം രൂപ പിടിച്ചു പറിച്ചു എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ കേസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കം കൃഷ്ണകുമാറിൻ്റെ മകൾക്ക് കവടിയാറിലെ ഒരു വ്യവസായ സ്ഥാപനമുണ്ട്. അവിടെ 3 ജീവനക്കാരികളുണ്ട്. അവിടുത്തെ പേയ്മെൻറ്റ് ഭൂരിപക്ഷവും QR കോഡിൽ കൂടെയാണ്. അതുകൊണ്ട് അതിലെ ജീവനക്കാരികൾ എക്സ്പെർട്ടാണ്. അവരെ QR കോഡിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ആ QR കോഡിലേക്ക് പണം വന്നിരിക്കുന്നത് ഇവരുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് ആരോപണം. അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് ദിയ കൃഷ്ണകുമാരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിൻ്റെ വിവരങ്ങൾ വെളിയിലോട്ടൊന്നും അറിഞ്ഞിരുന്നില്ല, കൃഷ്ണകുമാർ ഇട്ട് പറഞ്ഞതുമില്ല. ആ കേസിൻ്റെ അന്വേഷണം മ്യൂസിയം പോലീസ് നടത്തി വരുന്ന സമയത്ത് ഇതൊരു സെറ്റിൽമെൻറ്റിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഫോണിൽ കൂടെയൊക്കെ വെളിയിലോട്ട് വന്നു. എന്തായാലും കൃഷ്ണകുമാറും ഭാര്യയും മകളും അവരുടെ വീട്ടുകാരും അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് വരുന്നതിന് തടസ്സമില്ല എന്ന രീതിയിൽ സംസാരിച്ചതായിട്ടും കേൾക്കാം. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന ആരോപണം ഈ 3 ജോലിക്കാരെയും അവരുടെ ഒരു സ്ത്രീയുടെ ഭർത്താവിനെയും കൃഷ്ണകുമാറും സംഘവും തട്ടിക്കൊണ്ട് അവരുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ട് അവരിൽ നിന്ന് 8 ലക്ഷം രൂപ പിടിച്ചു പറിച്ചു എന്നുള്ളതാണ്. അത് നിയമപരമായിട്ട് നിലനിൽക്കുകയോ ഇല്ലെന്ന് സംശയം തന്നെയാണ്. കാരണം ആദ്യത്തെ കേസ് ഒരു ട്രൂ കേസാണ്. 69 ലക്ഷം രൂപ കാണാതെ പോയിട്ടുണ്ട്. അത് അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അത് QR കോഡ് മാറ്റി വേറൊരു അക്കൗണ്ടിലേക്ക്, ഈ 3 ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്നു. അല്ലെങ്കിൽ ആ QR കോഡ് ആരുടെ അക്കൗണ്ടാണ്, ആ QR കോഡ് അത് കണ്ടെത്തി അതിലേക്ക് പണം പോയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ പെൺകുട്ടികൾ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ 3 ജീവനക്കാരല്ലാതെ മറ്റാളുകളും ഉണ്ടാകും. അതിൽ ഒരു ജീവനക്കാരുടെ ഭർത്താവും അവരുടെ 3 ജീവനക്കാരെയും കൃഷ്ണകുമാറും മകളും തട്ടിക്കൊണ്ടുപോയി അവരുടെ ഫ്ലാറ്റിലെത്തിച്ച് അവരുടെ കൈവശം ഉണ്ടായിരുന്ന 8 ലക്ഷം രൂപ അവർ തട്ടിയെടുത്തു എന്നുള്ള രണ്ടാമത്തെ കേസ്. അത് നിയമപരമായി ആ കേസ് നിലനിൽക്കത്തില്ല. കാരണം അത് സെറ്റിൽമെൻറ്റിലേക്ക് കൊണ്ടുപോകാം എന്ന് കൃഷ്ണകുമാറും ഒക്കെ പറയുന്നത്, അത് അതിൻ്റെ വോയിസ് ഉണ്ട്, അത് ചാനലിൽ ഇപ്പം വാർത്തയാണ്. അങ്ങനെ പറഞ്ഞ സ്ഥലത്തേക്ക് ഇവർ ചെന്ന് കഴിഞ്ഞാൽ അതൊരു തട്ടിക്കൊണ്ടുപോകേണ്ട പരിധിയിലേക്ക് വരില്ല. പ്രതികളായ സ്ഥാനത്ത് നിൽക്കുന്നവർ സെറ്റിൽ ചെയ്യാനായിട്ട് അവിടെ പോയപ്പോൾ അതിൻ്റെ മുതലാളിയായ ആൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഉടമസ്ഥർ അത് സെറ്റിൽ ചെയ്യാം, പണം തന്നാൽ മതി എന്ന് ഉള്ള രീതിയിൽ 8 ലക്ഷം രൂപ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളെങ്കിൽ 8 ലക്ഷം കൊടുത്തിട്ട് ബാക്കിക്കുള്ളതിന് അവരുടെ അടുത്ത് സമാധാനം പറഞ്ഞിട്ട് മറ്റൊരു അവസരത്തിൽ കൊടുക്കാമെന്ന് എഗ്രിമെൻ്റ് എഴുതുന്നതായിരുന്നു നല്ലത്. കേസ് ഇപ്പം കൈവിട്ടു പോകുന്ന പോലെ തോന്നും. കാരണം ആദ്യത്തെ കേസ് ട്രൂ കേസാണ്. പണം പോയിട്ടുണ്ടോ ഇല്ലോ എന്ന് പോലീസ് പരിശോധിച്ച് നോക്കും. അങ്ങനെ ഇവിടെ ബിസിനസ് ചെയ്ത സാധനങ്ങളുടെ പൈസ മറ്റൊരു അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു മിസ്അപ്രോപ്രിയേഷൻ്റെ പരിധി വരുന്നതാണ്, ചീറ്റിംഗ് ആണ്, ഫ്രോഡാണ്. അങ്ങനെ ഒരു കേസ് മ്യൂസിയം പോലീസ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 8 ലക്ഷം രൂപ കൊടുത്ത് പ്രശ്നം തീർക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടാവും. 8 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അത് പറ്റില്ല എന്ന് ഇവർ പറഞ്ഞിട്ടും ഉണ്ടാകാം. അങ്ങനെയായിരിക്കണം തട്ടിക്കൊണ്ടുപോയി അവരെ അവിടെ വിളിച്ചു വരുത്തി. തട്ടിക്കൊണ്ടുപോയി അവരുടെ വസതി സൂക്ഷിക്കുമോ? ഒരാളെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ആ പരാതി പറയുന്നവർ ആ കേസിലെ പണം ആരെ തട്ടിയെടുത്തു അവരുടെ വസതി കൊണ്ടുപോയി ആ തട്ടിക്കൊണ്ടുപോയത് ശരിയാണെന്ന് പറയുന്ന അത് ന്യായീകരിക്കാൻ കഴിയില്ല. അതിൻ്റെ സത്യാവസ്ഥ അങ്ങനെ ആയിരിക്കത്തില്ല എന്ന് കോടതിക്ക് മനസ്സിലാവും. ഏതായാലും പോലീസ് ഇതിൻ്റെ അന്വേഷണം കൃത്യമായിട്ട് നടത്തി വരട്ടെ. ആദ്യത്തെ കേസിൻ്റെ അന്വേഷണം എങ്ങും എത്തിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് വളരെ താമസിച്ച് രണ്ടാമതൊരു തട്ടിക്കൊണ്ടുപോയതിൻ്റെ നാടകം കൂടെ വരുന്നത്. എന്തായാലും മ്യൂസിയം പോലീസ് 2 കേസും രജിസ്റ്റർ ചെയ്തെങ്കിലും 2 കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അതിൻ്റെ സത്യസ്ഥിതി എന്താണെന്ന് മ്യൂസിയം മനസ്സിലാക്കിയിട്ട് വേണം. ഒരാൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ആ നഷ്ടപ്പെട്ടതിൻ്റെ കാരണക്കാർ അവിടുത്തെ സ്ഥാപനത്തിലെ ജീവനക്കാരാണോ എങ്കിൽ പ്രതി അവർ തന്നെ. അതിന് മറ്റെന്തൊരു ന്യായീകരണവും മറ്റൊരു കൗണ്ടർ കേസും ഒക്കെ എടുക്കുന്നത് അത് വിലപ്പോകില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആവും, കുറച്ചുകൂടെ ശക്തിമത്താവും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള കൗണ്ടർ കേസ് അത് എന്ത് സ്വാധീനത്തിൻ്റെ പുറത്തെടുത്താലും ശരി, അത് ഒരു തരത്തിലും നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കില്ല. പക്ഷേ
QR കോഡ് ഇവരെ യഥാർത്ഥത്തിലുള്ള QR കോഡിലേക്ക് പണം വരാതെ അതിന് ചെറിയ വേരിയേഷൻസ് മോഡിഫിക്കേഷൻ നടത്തിയത് ആരാണ് അങ്ങനെ നടത്തിയത്, അത് എവിടെ ചെയ്തു, ആരാണ് അത് ചെയ്തു കൊടുത്തത്? അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും പ്രതിയാവും ഈ കേസിനകത്ത്. കാരണം ഈ തട്ടിപ്പിന് അവരുടെ കൂട്ടുനിന്നു എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിലെ ഒരു കടയിലെ ഒരു QR കോഡ് അത് മാറ്റി അവിടെ തന്നെ വേറൊരു QR കോഡ് ഉണ്ടാക്കി കൊടുക്കുന്ന കുറ്റകരം തന്നെയാണ്. അത് ആര് ചെയ്തു, അതിൻ്റെ എക്സ്പെർട്ട് ആരായാലും ശരി, അവരും അതിനകത്ത് പ്രതിയാകും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. തന്നെയുമല്ല, 8 ലക്ഷം രൂപ എങ്ങനെയാണ് 3 ജീവനക്കാരെ മാസശമ്പളം വാങ്ങുന്നവരുടെ പണം ആ വീട്ടിൽ തട്ടിക്കൊണ്ടുപോയ സമയത്ത് കൈവശം ഉണ്ടായത്, അത് തീർച്ചയായിട്ടും അത് അവിശ്വസനീയമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് പോയതാണ്. അത് തട്ടിക്കൊണ്ടു പോകലാകാൻ സാധ്യത വളരെ കുറവാണ്. സെറ്റിൽമെൻറ്റിന് കൃഷ്ണകുമാറിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടാവും, മകളുടെ അവിടെ എത്തിയിട്ടുണ്ടാവും, അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും, സംസാരിച്ചിട്ട് 8 ലക്ഷം രൂപ കൊടുത്തിട്ടും ഉണ്ടാവും. അവർ സ്വരൂപിച്ചു കൊണ്ടുവന്ന പണം വാങ്ങിച്ച ശേഷം ബാക്കി 8 ലക്ഷം പോയിട്ട് 61 ലക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ വെച്ചായിരിക്കും തെറ്റലുണ്ടായത്. ഇത് പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ 8 ലക്ഷം രൂപ അവർ കൊണ്ടുപോയി കൊടുത്തത് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും പോലീസ് നോക്കിക്കഴിയുമ്പോൾ അറിയാം 69 ലക്ഷം രൂപയുടെ ഒരു ട്രാൻസ്ഫർ മൊത്തം ഒരു വർഷമോ അല്ലെങ്കിൽ തുടങ്ങിയ അന്ന് മുതൽ ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ 69 ലക്ഷം രൂപ സ്ഥാപനത്തിൽ നിന്ന് അവരുടെ QR കോഡ് അക്കൗണ്ടിലല്ലാതെ വേറെ ഏതെങ്കിലും QR കോഡ് അക്കൗണ്ടിൽ പോയിട്ടുണ്ടോ? അത് 3 ജീവനക്കാരും അയക്കുന്നത് അതിലേക്ക് തന്നെ ആണെന്നുണ്ടെങ്കിൽ 3 പേരും കുറ്റക്കാരാണ്. അതിന് യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള ഒരു കേസിന് ഒരു കൗണ്ടർ കേസ് കൊടുത്താൽ തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കട്ടെ, അതിനകത്ത് എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്ന് നോക്കട്ടെ. വേറെ ആരെയും കൃഷ്ണകുമാറും ഭാര്യയും മകളും എല്ലാം തട്ടിക്കൊണ്ടുപോയി, ജീവനക്കാരെ തന്നെ തട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അതിനോട് ഏതായാലും യോജിക്കാൻ പറ്റില്ല. പോലീസ് കൃത്യമായിട്ട് അന്വേഷണം നടത്തി ഇതിൻ്റെ സത്യസ്ഥിതി തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ആ വ്യക്തികളെ ഇപ്പം ആക്ഷേപിക്കാൻ കഴിയില്ല, അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല. സത്യസന്ധമായിട്ടാണോ കേസ് അന്വേഷിക്കുന്നതെങ്കിൽ അതിനകത്ത് 69 ലക്ഷം പോയതിന് ഒരു കേസ് ട്രൂ കേസാണ്. അതിന് QR കോഡ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അത് കൃത്രിമമായി പണം വേറെ അക്കൗണ്ടിൽ പോകാൻ തന്നെയാണ്. അത് ചെയ്ത് അങ്ങനെ ഒരു QR കോഡ് ഉണ്ടാക്കി കൊടുത്താൽ അയാൾ പ്രതിയാകും. ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഈ ജീവനക്കാർക്ക് 3 പേർക്കും അത് ഉണ്ടാക്കാനോ അങ്ങനെ അക്കൗണ്ടിലേക്ക് മാറ്റാനോ അവർക്ക് കഴിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണ്? ഇവരോട് സഹകരിക്കുന്ന ഒരാളായിരിക്കും ആ കേസിലും പ്രതി. അതുകൊണ്ട് പോലീസ് കൂലങ്കക്ഷമായി കൃത്യമായി അന്വേഷിച്ച് ഇതിൻ്റെ സത്യസ്ഥിതി കണ്ടെത്തണം. ഒരാളുടെ പ്രയത്നപരമായുള്ള 69 ലക്ഷം രൂപ അവിടുന്ന് പോയി എന്നുള്ള വസ്തുത മനസ്സിലാക്കണം.